കോടീശ്വരനും US ഗവൺമെന്റ് എഫിഷ്യൻസി ഡിപ്പാർട്ട്മെന്റ് മേധാവിയുമായ എലോൺ മസ്ക് ചൊവ്വാഴ്ച തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം എക്സിനെ യുക്രൈനിൽ നിന്നുമുള്ള ഒരു വൻ സൈബർ ആക്രമണം ബാധിച്ചതായി അവകാശപ്പെട്ടിട്ടുണ്ട്. തിങ്കളാഴ്ച പ്ലാറ്റ്ഫോമിൽ ആവർത്തിച്ചുള്ള തടസ്സങ്ങൾ അനുഭവപ്പെടുകയും ചെയ്തു. ഇടയ്ക്കിടെ ഓഫ്ലൈനിലേക്ക് പോവുകയും ചെയ്തിട്ടുണ്ട്. സേവനം പുനഃസ്ഥാപിച്ച് തുടർന്ന് വീണ്ടും തകരാറിലാവുകയും ചെയ്തുവെന്ന് വ്യക്തമാക്കി. എന്താണ് സംഭവിച്ചതെന്ന് ഞങ്ങൾ കൃത്യമായി അറിയില്ല എന്നും, പക്ഷേ യുക്രൈൻ പ്രദേശത്ത് നിന്നുള്ള IP വിലാസങ്ങളിൽ നിന്നും എക്സ് സിസ്റ്റം തകർക്കാൻ ഒരു വലിയ സൈബർ ആക്രമണം നടന്നുവെന്നും ഫോക്സ് ന്യൂസിൽ ലാറി കുഡ്ലോയുമായുള്ള സംഭാഷണത്തിനിടെ മസ്ക് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. പ്ലാറ്റ്ഫോമിന്റെ സ്റ്റാറ്റസിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അത് പൂർത്തിയായി എന്ന് മസ്ക് മറുപടി നൽകി. പാലസ്തീൻ അനുകൂല ഹാക്കർ ഗ്രൂപ്പായ ഡാർക്ക് സ്റ്റോം ടീം എക്സിൽ നടന്ന DDoS ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തതായി ഒരു പൊതു ടെലിഗ്രാം ചാനൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 2023 ഒക്ടോബർ 7-ന് ഹമാസ് ഇസ്രായേലിനെതിരെ നടത്തിയ ആക്രമണത്തെ തുടർന്ന് ഗാസയിൽ ഇസ്രായേലിന്റെ സൈനിക നടപടികളെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങളുടെയും സ്ഥാപനങ്ങളുടെയും ലക്ഷ്യമിടുന്നതിലൂടെ ഈ ഗ്രൂപ്പ് അത് വ്യക്തമാക്കുകയും ചെയ്തു. നേരത്തെ എക്സിലെ ഒരു പോസ്റ്റിൽ ശക്തമായ സൈബർ ആക്രമണം മൂലമാണ് തടസ്സങ്ങൾ സംഭവിച്ചതെന്ന് മസ്ക് പറഞ്ഞിരുന്നു. ഞങ്ങൾ എല്ലാ ദിവസവും ആക്രമിക്കപ്പെടുന്നു, പക്ഷേ ഇത് ധാരാളം റിസോഴ്സുകൾ ഉപയോഗിച്ചാണ് ചെയ്തതെന്നും ഒന്നുകിൽ ഒരു വലിയ ഏകോപിത ഗ്രൂപ്പോ അല്ലെങ്കിൽ ഒരു രാജ്യമോ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. ധാരാളം റിസോഴ്സുകൾ എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിച്ചതെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടില്ല. ഈ സൈബർ സുരക്ഷാ വിദഗ്ധരിൽ സംശയം ജനിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടെന്ന്, സേവന നിഷേധ അക്രമങ്ങൾ പലപ്പോഴും ചെറിയ ഗ്രൂപ്പുകളോ വ്യക്തികളോ പോലും നടത്തിയിട്ടുണ്ടെന്നും അവർ അഭിപ്രായപ്പെട്ടു. എക്സിന് വ്യാപകമായ തടസ്സങ്ങൾ നേരിടേണ്ടി വരികയും ചെയ്തു. ഇന്ത്യൻ സമയം രാവിലെ 10 മണിയോടെ US-ൽ 39,021 ഉപഭോക്താക്കളെ ഡൗൺ ഡിയാക്ട് ബാധിച്ചതായി റിപ്പോർട്ട് ചെയ്തു. വൈകുന്നേരം 5 മണിയോടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട തടസ്സങ്ങളുടെ എണ്ണം ഏകദേശം 1500 കുറയുകയും ചെയ്തു. 9:45 മുതൽ എക്സിന് നിരവധി സേവന നിഷേധ അക്രമങ്ങൾ നേരിടേണ്ടി വന്നതായി ഇന്റർനെറ്റ് ഇൻഫ്രാസ്ട്രക്ചർ വ്യവസായത്തിലെ ഒരു സ്രോതസ് വെളിപ്പെടുത്തുകയും ചെയ്തു. വെബ്സൈറ്റുകൾ റോങ് ട്രാഫിക് നിറയുന്ന ഈ അക്രമങ്ങൾ വളരെ സങ്കീർണമല്ലെങ്കിലും വിനാശകരമായിരിക്കുമെന്നും അവർ വ്യക്തമാക്കി. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഉപദേഷ്ടാവായി സേവനമനുഷ്ഠിക്കുന്ന എലോൺ മസ്ക് റഷ്യക്കെതിരായ യുക്രൈന്റെ യുദ്ധശ്രമങ്ങളെ വിമർശിക്കുന്നത് തുടരുന്നതോടെയാണ് ഈ തടസ്സങ്ങൾ ഉണ്ടായിരിക്കുന്നത്. തന്റെ സ്റ്റാർലിങ്ക് സാറ്റലൈറ്റ് സേവനം ഇല്ലെങ്കിൽ യുക്രൈന്റെ മുൻനിര തകരുമെന്നും മസ്ക് അടുത്തിടെ അവകാശപ്പെടുകയും ചെയ്തു. എന്നാൽ ആക്സസ് റദ്ദാക്കില്ലെന്ന് അദ്ദേഹം ഉറപ്പു നൽകുകയും ചെയ്തിട്ടുണ്ട്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന് പകരം പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കിയെ ലക്ഷ്യം വെച്ചതിന് എക്സിനെതിരെയുള്ള വിമർശനത്തിന് മറുപടി നൽകിക്കൊണ്ട് യുക്രൈനെ കുറിച്ചുള്ള തന്റെ നിലപാടിനെ എലോൺ മസ്ക് ന്യായീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. യുക്രൈനെതിരെ ഒറ്റയ്ക്ക് പോരാടാൻ താൻ പുടിനെ വെല്ലുവിളിച്ചു. എന്റെ സ്റ്റാർലിങ്ക് സംവിധാനത്തിന് യുക്രൈനിയൻ സൈന്യത്തിന്റെ നട്ടെല്ലുമെന്നും മസ്ക് വ്യക്തമാക്കി. ഞാൻ അത് ഓഫ് ചെയ്താൽ അവരുടെ മുഴുവൻ മുൻനിരയും തകരും. യുക്രൈൻ അനിവാര്യമായി നഷ്ടപ്പെടുന്ന ഒരു സ്തംഭനാവസ്ഥയിൽ വർഷങ്ങളോളം നടന്ന കൂട്ടക്കൊലയാണ് എന്നും വെറുപ്പിച്ചതെന്നും അദ്ദേഹം വ്യക്തമാക്കി.